ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. ഇടവേളയില്ലാത്ത 24 മണിക്കൂറിനെ കുറിക്കുവാൻ രാവും പകലും അഥവാ രാപ്പകൽ എന്നു പറയും. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന പരമകരുണാനിധിയായ ദൈവത്തിൻ്റെ പരിപാലനം മനുഷ്യൻ 24 മണിക്കൂറും അനുഭവിക്കുകയാണ്. സങ്കീർത്തനം 136:25. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. പകലും രാത്രിയും ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നമ്മെ പരിപാലിക്കുന്നു. സങ്കീർത്തനം 121:4, 6, 7 വാക്യങ്ങൾ. പാപത്തിൽ വീണ മനുഷ്യനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തവും പക്ഷവാതവും ചെയ്യുന്നത് പുരോഹിതനാണ്. പാപിയായ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറിലും പുരോഹിതൻ ആവശ്യമാണ്. ദാവീദ് രാജാവ് ക്രമീകരിച്ചതനുസരിച്ച് ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ 24 കൂറുകളാണുണ്ടായിരുന്നത്. അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും സന്തതിയില്ലാതെ മരിച്ചു. ശേഷിച്ച 2 പുത്രന്മാരായ എലയാസാർ, ഈഥാമാർ എന്നിവരിൽ നിന്നായിരുന്നു ഈ പുരോഹിതന്മാരുടെ 24 കൂറുകൾ. എലയാസറിൽ നിന്ന് 16ഉം ഈഥാമാരിൽ നിന്ന് 8ഉം. 1 ദിനവൃത്താന്തം 24, 1 മുതൽ 8 വരെ. പുതിയ നിയമവിശ്വാസി ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിരന്തരം അനുഭവിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ എഴുതുകയാണ്: താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായ ലേഖനം 7:25 വാക്യം. പ്രേക്ഷിതൻ അഥവാ അയക്കപ്പെട്ടവൻ ആണ് അപ്പോസ്തോലൻ. എബ്രായർ 3:1 ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നു. പിതാവ് തന്നെ അയച്ചതുപോലെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ താനും ലോകത്തിലേക്ക് അയക്കുന്നു എന്ന് ക്രിസ്തു പ്രസ്താവിച്ചു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യോഹന്നാൻ 17:18. അപ്പോസ്തോലൻ എന്നു പറയപ്പെട്ട 24 പേർ പുതിയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തു നിയമിച്ച 12 ശിഷ്യന്മാർ: മത്യാസ്, യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്, ബർണബാസ്, അന്ത്രോനിക്കോസ്, യൂനിയാവ്, അപ്പല്ലോസ്, സിൽവാനോസ്, തിമോത്തിയോസ്, തീത്തോസ്, എപ്പഫ്രാദിത്തോസ്, പൗലോസ്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. അപ്പോസ്തലനായ യോഹന്നാൻ ആത്മവിവശതയിൽ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സിംഹാസനത്തിന് ചുറ്റും പൊൻകിരീടം ധരിച്ച 24 മൂപ്പന്മാർ ഇരിക്കുന്നു. ഈ മൂപ്പന്മാർ സ്വർഗീയ ജീവികളാണെന്നും ദൂതന്മാരാണെന്നും മനുഷ്യരുടെ പ്രതിനിധികളാണെന്നും സഭയുടെ പ്രതിനിധികളാണെന്നും വ്യത്യസ്ത ചിന്താഗതികളുണ്ട്. മൂപ്പന്മാർ സഭയുടെ പ്രതിനിധികളാണെന്ന ധാരണയ്ക്കാണ് പിൻബലം കൂടുതൽ. അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. 1. മൂപ്പന്മാരുടെ എണ്ണം 24 ഇത് മുഴുവൻ പൗരോഹിത്യ ക്രമത്തിനും പ്രാതിനിധ്യം വഹിക്കുന്നു. 1 ദിനവൃത്താന്തം 24, 1 മുതൽ 4 വരെയും 19 വാക്യങ്ങൾ. പൗരോഹിത്യം സഭയുടെ ചിഹ്നമാണ്. ഇസ്രായേൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടുവെങ്കിലും പാപം മൂലം അവർക്കത് നിർവഹിക്കുവാൻ കഴിഞ്ഞില്ല. മഹാപീഡനകാല വിശുദ്ധന്മാരും ഇസ്രായേല്യരും പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. വർത്തമാനകാലത്ത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അവകാശം ലഭിച്ചിട്ടുള്ളത് സഭയ്ക്ക് മാത്രമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 5-9 വാക്യങ്ങൾ. 2. മൂപ്പന്മാർ കിരീടം ധരിച്ചിരിക്കുന്നു. അവരുടെ കിരീടം ചക്രവർത്തിയുടെ കിരീടം അല്ല, വിജയികളുടെ കിരീടമാണ്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് കിരീടങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 9:25, 1 തെസ്സലോനിക്കർ 2:19, 2 തിമോത്തിയോസ് 2:11, വെളിപ്പാട് 2-ാം അധ്യായം 10, 3, 11. 3. മൂപ്പന്മാർ വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്നു. പ്രസ്തുത വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണ്. വീണ്ടെടുക്കപ്പെട്ടവർക്കാണ് വെള്ളയുടുപ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 4. മൂപ്പന്മാർ സിംഹാസനങ്ങളിലിരിക്കുന്നു. സഭയ്ക്കാണ് ഈ പദവി വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകം 3:21, മത്തായി 19:28. ദൂതന്മാർക്ക് ഈ പദവിയില്ല. അവർ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുകയാണ്, ഇരിക്കുകയല്ല. 5. അവർ ദൂതന്മാരിൽ നിന്നും 4 ജീവികളിൽ നിന്നും വിവേചിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 5:11, 7:11. 6.
അവർ സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരാണ്. വെളിപ്പാട് 5:9. 7. മഹാപീഡനകാലത്തെ മഹാപുരുഷാരം സ്വർഗത്തിലെത്തുമ്പോഴേക്കും അവർ സ്വർഗത്തിൽ ആയിക്കഴിഞ്ഞിരുന്നു. വെളിപ്പാട് 7:14. 8. സഭയോടുള്ള ബന്ധത്തിൽ മൂപ്പന്മാർ എന്ന പദം പുതിയ നിയമത്തിൽ പ്രാതിനിധ്യ സ്വഭാവത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. തീത്തോസ് 1:5. 9. അവർ വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടുന്നു. ഈ ഗാനത്തിൽ ഞങ്ങളെ എന്ന ഉത്തമ പുരുഷ സർവനാമമാണ് അംഗീകൃത കയ്യെഴുത്തു പ്രതികളിൽ. ഞങ്ങളെ വിലയ്ക്കു വാങ്ങി ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും ആക്കിവെച്ചു, ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നിങ്ങനെയാണ് അവയിൽ കാണുന്നത്. സ്വീകൃത ഗ്രന്ഥം, സീനായി ഗ്രന്ഥം, ഫുൾഡെൻസിസ് ഗ്രന്ഥം എന്നിങ്ങനെ അനേകം കയ്യെഴുത്തു പ്രതികളും കോപ്റ്റിക്, ലത്തീൻ, അർമീനിയൻ വിവർത്തനങ്ങളും പ്രസ്തുത പാഠത്തിന് സാക്ഷികളാണ്. നീ അവരെ വിലയ്ക്കു വാങ്ങിയെന്നു പ്രഥമ പുരുഷനിൽ മൂപ്പന്മാർ പാടിയാലും സഭയെ കുറിക്കുന്നതാകാൻ പ്രയാസമില്ല. തങ്ങളെ തന്നെ പ്രഥമ പുരുഷനിൽ പാടാവുന്നതേയുള്ളൂ. ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം തങ്ങളെ രക്ഷിച്ച പ്രഥമ പുരുഷനിൽ പാടുന്നത് നോക്കുക. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി അവരെ കൊണ്ടുവന്നു, നീ അവരെ കൊണ്ടുചെന്നു. പുറപ്പാട് 15, 13, 16, 17 വാക്യങ്ങൾ. 10. മൂപ്പന്മാർ അനുഭവിക്കാത്ത രക്ഷയെക്കുറിച്ചാണ് പാടുന്നതെന്ന് വന്നാലും അവർ സഭയുടെ പ്രതിനിധികളല്ലെന്ന് തെളിയുകയില്ല. മഹാപീഡനകാലത്ത് ഭൂമിയിൽ പകരപ്പെടുന്ന ദൈവക്രോധത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ട്. മഹാപീഡനത്തിലെ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിനെക്കുറിച്ച് അവർക്ക് പാടാവുന്നതേയുള്ളൂ. വെളിപ്പാട് 5:9, 10, 20:6. 11. ദൈവത്തിൻ്റെ കാര്യപരിപാടികളെക്കുറിച്ച് അവർക്കുള്ള ഗാഢമായ അറിവ് അവർ സഭയുടെ പ്രതിനിധികളാണെന്നതിൻ്റെ തെളിവാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ മൂപ്പന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ അടുത്ത അറിവ് ക്രിസ്തു ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തതാണ്. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്നിനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 15:15. 12. പൗരോഹിത്യ ശുശ്രൂഷയിൽ അവർ ക്രിസ്തുവിനോടൊപ്പം പങ്കെടുക്കുന്നു. അവർ സഭയുടെ പ്രതിനിധികളാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അവർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. സ്വർഗത്തിലെ 24 മൂപ്പന്മാരുടെ ദർശനം യോഹന്നാൻ രേഖപ്പെടുത്തി. ഭൂമിയിലെ സഭയിൽ ശുശ്രൂഷിക്കുന്ന മൂപ്പന്മാർക്ക് അഥവാ അധ്യക്ഷന്മാർക്കുണ്ടായിരിക്കേണ്ട 24 യോഗ്യതകൾ എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി. 1 തിമോത്തിയോസ് 3:1 1 മുതൽ 7 വരെ, തീത്തോസ് 1 5 മുതൽ 9 വരെ. ഈ യോഗ്യതകളെ 4 ഗണങ്ങളായി തിരിക്കാവുന്നതാണ്. 1. വ്യക്തിപരമായ യോഗ്യതകൾ. 5 വിധായക ഗുണങ്ങൾ. 1 നിരപവാദ്യൻ, 2 നിർമ്മതൻ, 3 ജിതേന്ദ്രിയൻ, 4 സുശീലൻ, 5 ശാന്തൻ. 6 നിഷേധങ്ങളായ ഗുണങ്ങൾ. മദ്യപ്രിയൻ, തല്ലുകാരൻ, ദ്രവ്യാഗ്രഹി, കലഹിക്കുന്നവൻ, ദുർലാഭമോഹി, തന്നിഷ്ടക്കാരൻ എന്നിവർ അരുത്. 2 സാമൂഹിക യോഗ്യതകൾ. ഏക ഭാര്യയുടെ ഭർത്താവ്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ, വിശ്വാസികളായ മക്കളുള്ളവൻ, അതിഥിപ്രിയൻ, പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ. 3 ആത്മീയ യോഗ്യതകൾ. സൽഗുണപ്രിയൻ, പക്വതയുള്ളവൻ, നീതിമാൻ, നിർമ്മലൻ, വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവൻ, ഉപദേശിക്കാൻ സമർത്ഥൻ, വിരോധികൾക്ക് പത്യോപദേശം ബോധം വരുത്തുവാൻ കഴിയുന്നവൻ. 4 ഇച്ഛാപരമായ യോഗ്യത. മനഃപൂർവമായും ഉന്മേഷത്തോടെയും ചെയ്യുന്നവൻ. ഇത്രയുമാണ് 24 യോഗ്യതകൾ. 72-ാം സങ്കീർത്തനം ഒരു പ്രധാനപ്പെട്ട മശിഹ സങ്കീർത്തനമാണ്. മശിഹയുടെ മാതൃകാപരവും മഹത്വപൂർണവുമായ വാഴ്ചയെ പൂർവവൽ ദർശിക്കുകയാണ് ശലോമോൻ്റെ ഈ സങ്കീർത്തനം. പ്രസ്തുത കാലത്തിൻ്റെ 24 സവിശേഷതകൾ 72-ാം സങ്കീർത്തനത്തിലുണ്ട്. ജനത്തെ നീതിയിൽ പരിപാലിക്കും, എളിയവരെ ന്യായത്തോടുകൂടെ പരിപാലിക്കും, പർവ്വതങ്ങളിലും കുന്നുകളിലും സമാധാനം വിളയും, എളിയവർക്ക് ന്യായം പാലിച്ചു കൊടുക്കും, ദരിദ്രജനത്തെ രക്ഷിക്കും, പീഡകനെ തകർത്തുകളയും, ദുഷ്ടതയെക്കുറിച്ചുള്ള ഭയം മനുഷ്യഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കും, ഭൂമിക്ക് മഴയെന്ന പോലെ അനുഗ്രഹം വർഷിക്കും, നീതിമാന്മാർ തഴയ്ക്കും,
ആഗോള സമാധാനം സ്ഥാപിക്കും. സാർവത്രിക ഭരണം സംജാതമാകും. ശത്രുക്കളെ നിർമൂലനം ചെയ്യും. ഭൂമിയിലെ രാജാക്കന്മാർ അവനെ സേവിക്കും. ദരിദ്രന്റെ നിലവിളി കേൾക്കും. സഹായമില്ലാത്തവനെ സഹായിക്കും. എളിയവനെയും ദരിദ്രനെയും ആദരിക്കും. അവരുടെ പ്രാണനെ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവൻ നീണാൾ വാഴും. ശേബാപ്പൊന്ന് അവന് കാഴ്ച കൊണ്ടുവരും. ജനം അവനു വേണ്ടി പ്രാർത്ഥിക്കും. പ്രജകൾ ഇടവിടാതെ അവനെ വാഴ്ത്തും. അവൻ്റെ നാമം ശാശ്വതമായിരിക്കും. അവൻ്റെ പേർ ചൊല്ലി മനുഷ്യർ അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പുകഴ്ത്തും. സൂര്യന് കീഴുള്ളതെല്ലാം മായയും വ്യർത്ഥവും വൃഥാ പ്രയത്നവുമത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. എങ്കിലും അധികം നല്ലവയായി 24 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠം. ജ്ഞാനം ഭോഷത്വത്തേക്കാൾ ശ്രേഷ്ഠം. ഇപ്പോൾ ജീവനോടിരിക്കുന്നവരെക്കാൾ മുമ്പേ മരിച്ചുപോയ മൃതന്മാർ. ജീവനോടിരിക്കുന്നവരെയും മൃതന്മാരെയും കാൾ ഇതുവരെ ജനിക്കാത്തവർ. 2 കൈ നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവുമുള്ളതിനേക്കാൾ 1 കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. 100 മക്കളെ ജനിപ്പിക്കുകയും ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ശവസംസ്കാരം പ്രാപിക്കാതെയും പോകുന്നവനേക്കാൾ ഗർഭം അലസിപ്പോയ പിണ്ടം നന്ന്. അഭിലാഷത്തിൻ്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിൻ്റെ നോട്ടം നല്ലത്. നല്ല പേർ സുഗന്ധ തൈലത്തേക്കാളും ഉത്തമം. മരണദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മൂഢൻ്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് നല്ലത്. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നു. ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയേക്കാൾ മരണം. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായി നല്ലത്. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത്. മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്. യുദ്ധായുധങ്ങളെക്കാൾ ജ്ഞാനം നല്ലത്.